വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 1 John chapter 3 verse 1. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മൾ ആ വാക്യത്തിന്റെ യോഹന്നാന്റെ ഒക്കെ ഈ ലേഖനങ്ങളും സുവിശേഷവും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ ആഴം ഭയങ്കര ഡീപ്പാണ്. ഒരിക്കലും കാരണം യോഹന്നാൻ ഈ ലേഖനങ്ങളും സുവിശേഷമൊക്കെ എഴുതുന്ന 10-60 വർഷത്തിന് ശേഷമാണ്. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഏതാണ്ട് 60 വർഷത്തിന് ശേഷമാണ് ഈ ലേഖനങ്ങളും സുവിശേഷമൊക്കെ എഴുതപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷമാണ്, എപ്പിസ്റ്റലാണ് അവസാനമായിട്ട് ബൈബിളിലുള്ളത്. സ്തോത്രലിയ. അപ്പൊ യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പം യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് ഒന്നിന് യോഗ്യതയില്ലായിരുന്നു, ഞാൻ അർഹനല്ലായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ഈ മീനൊക്കെ പിടിച്ചു കിടക്കുന്ന മുക്കുവന്മാരെ കുറിച്ച് സൊസൈറ്റിയിലുള്ള കോൺസെപ്റ്റ്, അവരുടെ വ്യൂ, അത് യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര വലിയ സ്നേഹം. സ്തോത്രം. എഫെസോസ് സഭയുടെ ബിഷപ്പായിരുന്ന വന്ധ്യവയോധികനായ യോഹന്നാൻ സ്തോത്ര സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സ്തോത്രലിയ കാലത്തിൽ ദുരുപദേശകർ, ഫോൾസ് ടീച്ചേഴ്സ് സഭയ്ക്കകത്ത് ശക്തമായി കടന്നുകൂടി യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സഭയ്ക്കകത്ത് കയറിയപ്പോൾ അതിനുവേണ്ടി ശക്തമായിട്ട് എതിർത്തുകൊണ്ടെഴുതുന്ന ലേഖനമാണ് യോഹന്നാന്റെ ലേഖനം. ആമേൻ. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇന്നോട്ട് സ്റ്റീവ് മോനും ചെറിയൻ മോളും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. നമ്മള് മക്കളാണ്. ഞാൻ ആലോചിക്കും, നമുക്ക് മക്കളാണെന്നുള്ള നമ്മുടെ പൊസിഷനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടോ? നിങ്ങളൊരു മാർക്കറ്റിൽ പോകുമ്പോൾ, നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ, നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, മറ്റ് വിശ്വാസികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മളിപ്പം ഈ ലോകത്തിലായിരിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു. എല്ലാവരും നമ്മളെപ്പോലെ കൃപയെന്നുള്ളവരല്ല. നമ്മളെ ഓഫീസിൽ വരുന്നവർ നമ്മുടെ കൃപയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും കൃപയുള്ള കുഞ്ഞുങ്ങളല്ല. അവരുടെ അത്രയൊന്നും പ്രാഗൽഭ്യം, നിങ്ങളുടെ അത്ര പോലും ഒന്നും അറിയത്തില്ല. പക്ഷേ അവരടുത്തൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ സ്തോത്രലിയ നിങ്ങളുടെ പൊസിഷനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാനൊരു ചൈൽഡ് ഓഫ് ഗോഡാണ്. സ്തോത്രം. ഐ ബിലോങ്സ് ടു ജീസസ്. ഞാൻ കർത്താവിൻ്റെ ഒരു പൈതലാണ്. ഇന്നു മുതൽ നിങ്ങളെ യേശുവിൻ്റെ പൈതലാക്കാനുള്ള ഒരു വലിയ ഭാഗ്യ പദവി നമുക്ക് ലഭിച്ചു. ഒരു വാക്യം വായിക്കാം. ഗലാത്യലേഖനം 3:26-27. Galatians chapter 3 verse 26-27. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെയും മക്കളാകുന്നു. നമുക്ക് ഈ മക്കളെന്നുള്ള പദവി ലഭിച്ചത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. നമ്മൾ അങ്ങനെ ഈ ഒരു വലിയ പദവി കിട്ടിയത്. സ്തോത്രലിയ. ഞാൻ പറയുന്നതിൻ്റെ സാരാംശം മനസ്സിലാവുന്നുണ്ടോ? ഇന്നു മുതൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് സൺഷിപ്പ് ലഭിച്ചു. ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ സൺഷിപ്പ് കിട്ടിയത്. പുത്രത്വം നമുക്ക് ലഭിക്കാനിടയായി. പുത്രത്വത്തിന്റെ അവകാശികളായി തീർന്നു. ഇതുവരെ ഈ ലോകത്തിന്റെ പാസ്പോർട്ടുമായിട്ട് നടന്ന നമ്മൾ ഇന്ന് മുതൽ അവരെ ലോകത്തിന്റെ പാസ്പോർട്ട് എടുത്ത് വലിച്ചെടുക്കണം. ആമേൻ. ദൈവരാജ്യത്തിന്റെ പാസ്പോർട്ട് ഇന്ന് മുതൽ നിങ്ങൾ റിസീവ് ചെയ്തിരിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡിന്റെ പാസ്റ്റർ കനഡിയൻ സിറ്റിസൺ ആണല്ലോ ഒരു കുടുംബമായിട്ട്. അവര് അപേക്ഷിതം 1095 ദിവസം നമ്മോട് സ്റ്റേ ചെയ്ത ശേഷം മാത്രമേ നമുക്കിതിന് അപ്ലൈ ചെയ്യാനുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. പണ്ട് 5 വർഷമായിരുന്നു, ഒരു വെട്ടിച്ചുരുക്കി 3 വർഷമാക്കിയതാണ്. ആമേൻ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ട് എല്ലാം എന്ത് ചെയ്തു? നമ്മൾ സറണ്ടർ ചെയ്തിട്ട് സിറ്റിസൺഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ പാസ്പോർട്ട് നമ്മൾ എടുത്തു കളഞ്ഞു. സ്തോത്രം. അത് സറണ്ടർ ചെയ്തു. എന്നേക്കും അതിനെ കുഴിച്ചിടപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു പൗരത്വം ലഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളൊരു ഹെവൻലി സിറ്റിസൺഷിപ്പ്
നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. റോമലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും മക്കളാണ്. ഭയങ്കര പദവിയാണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് ഇവിടുത്തെ രാജഭരണമല്ല, ഡെമോക്രസിയാണ്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ കൺട്രിയും കിങ് രാജാവാണ് ഭരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, സൗദിയിലെ സ്തോത്രലിയ രാജാവിൻ്റെ മകന് എന്തിനെ കുറിച്ചെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്തോ ടെൻഷൻ ഉണ്ടോ? അവൻ ചോദിക്കുന്ന സാധനം മുമ്പിൽ വരും. അവൻ ആരെങ്കിലും ഇപ്പം ഭയപ്പെടണം. ഞാൻ ലോപ്രാല പറയുന്നത്. സ്തോത്രലിയ അവൻ രാജാവിനെടുത്ത് ചോദിക്കണം, എനിക്കൊരു കരയോ? ആരെങ്കിലും സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ അവകാശമാണ്. സ്തോത്രം. അവനെ ടൈം അവൻ്റെ പ്രായത്തിൻ്റെ പക്വതയനുസരിച്ച് അവന് രാജാവ് അതിനുള്ള ആൾക്കാരെ നിയോഗിച്ചിരിക്കുകയാണ്. അവനെന്ത് വേണം? അവന് കാറ് വേണോ? അവന് ജെറ്റ് വേണോ? ലോകത്തിൻ്റെ എവിടെ പോകണമോ അതെല്ലാം ടൈമിൽ അവന് കൊടുക്കും. ഈ ലോകത്തിലെ ഒരു രാജാവ് തൻ്റെ മകനെ എങ്ങനെ കരുതുന്നുവോ? സ്തോത്രം. എന്തുകൊണ്ടാണ്? അവൻ മകനായിരുന്നു. നമ്മൾ ചോദിച്ചാൽ തരുമോ? നമ്മൾ ചോദിച്ചാൽ കിട്ടും. സ്തോത്രം. ഇനി മുതൽ നമ്മൾ കരയേണ്ടവരല്ല. ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടി. നിങ്ങൾ ഇനി കരയാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം മക്കളാണ്. സ്തോത്രം. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം 14 തൊട്ട് പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു 4-5 മിനിറ്റോടെ എടുപ്പുണ്ട്. ഇല്ല. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പൊ ഇത് നമ്മളെ ആര് ലീഡ് ചെയ്യും? പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമുക്ക് സ്തോത്രം ദൈവദാസന് ഉപദേശമൊക്കെ തരും. ഹല്ലേലൂയ. സ്തോത്രം. സഭ നമ്മുടെ കൂടെയൊക്കെ നിൽക്കും. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. എപ്പോഴും സഭ കൂടെ കാണത്തില്ല. നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ സഭ കൂടെ ഇല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. അപ്പോൾ ആര് പേടിക്കണം? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യസ്ഥനെ, ഒരു അഡ്വക്കേറ്റിനെ നിങ്ങൾക്കായി അയക്കും. അപ്പോൾ സങ്കീർത്തനം 34-ാം സങ്കീർത്തനമാണ് എൻ്റെ ഓർമ്മ. സ്തോത്രം. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു. ഇനി മുതൽ നിങ്ങൾ നടക്കേണ്ടുന്ന വഴി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും നിങ്ങൾ. ഹല്ലേലൂയ. അവൻ പ്രിയമുള്ളവരെ, നമ്മളിനോട് ചേർത്ത് നേരത്തെ സ്ഥാനപ്പെട്ട നമ്മളൊക്കെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണോ നമ്മൾ നടക്കുന്നത്? ആത്മാവിന്റെ ഗൈഡൻസ് ഉണ്ടോ? റോമാലേഖനം പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാണ്. സ്നാനപ്പെട്ടു, ശരിയാ. പക്ഷേ സ്നാനപ്പെട്ടോട്ട് യേശുവിന്റെ വഴിയിലും നമ്മൾ നമ്മുടെ വഴിയിലും പോകുന്നതല്ല. ഇനി മുതൽ എൻ്റെ കൂടെ ഒരു കാര്യസ്ഥനുണ്ടായി എന്നെ കംഫർട്ട് ചെയ്യുവാൻ, എന്നെ ഹീൽ ചെയ്യുവാൻ, എന്നെ കൗൺസിൽ ചെയ്യുവാൻ, എന്നെ അഡ്വക്കേറ്റ് ചെയ്യുവാൻ, എന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകൽക്കാലം സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട, ഞാൻ ഒരു ദൈവത്തിൻ്റെ പൈതലാണ്. സ്തോത്രം. ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ടവനാണ്. യോഹന്നാൻ പറയുക, യോഹന്നാൻ 3-ന്റെ അടുത്ത വാക്യം പറയുന്നു. സ്തോത്രം. അവിടെ പെട്ടെന്ന് വായിച്ചാൽ അവസാന സമയത്തിന്റെ പരിമിതി. അങ്ങനെ തന്നെയാണ് നാം ദൈവമക്കളാണ്. ദൈവം നമ്മുടെ അത്ര വലിയ സ്നേഹം തന്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അവനെ ആദരിച്ചത് കർത്താവിന്റെ മേശയിലോട്ട് നമ്മൾ പോകുമ്പോൾ അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. സ്തോത്രലിയ. ആമേൻ. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി മൂലം. അടുത്ത ഭാഗം അങ്ങനെ തന്നെ യോഹന്നാൻ കൺഫേമായിട്ട് പറയുക, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട്. ലോകം അറിഞ്ഞിട്ടില്ല. നമ്മൾ ആരാന്ന് ലോകത്തിന് അറിയത്തില്ല. നമ്മളാരാന്നുള്ളത് നമുക്ക് തന്നെ അറിയത്തില്ല. നമ്മളാരാന്നുള്ളത് ഇതാ സ്തോത്രം. ലോകം അറിയത്തില്ലെന്നുള്ള കാര്യം 100% സത്യം. പക്ഷെ നമുക്കും അറിയത്തില്ല. നമ്മളാരാന്ന് നമുക്ക് പോലും അറിയത്തില്ല. നമ്മൾ രാജാവിന്റെ മക്കളാണ്. എത്ര കോൺഫിഡന്റ് ആയിരിക്കണം നമ്മൾ, എത്ര പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം.
നിങ്ങളുടെ വാക്കുകൾക്ക് പവറുണ്ട്, നിങ്ങളുടെ സ്തോത്രത്തിന് ശക്തിയുണ്ട്, നിങ്ങളുടെ ആരാധനയ്ക്ക് അതിൻ്റെതായ പവറുണ്ട്. മക്കൾ രാജാവിന്റെ അടുത്ത് നിന്ന് ആരാധിക്കുന്നേ, മക്കൾ രാജാവിന്റെ അടുത്ത് നിന്ന് യാഗമർപ്പിക്കുന്നേ. സ്തോത്രം. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിനിടയിലിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് അനുഭവിക്കും. പത്രോസ് അനനിയാസ് സഫീറയും കൂടെ ഒന്ന് ഹല്ലേലൂയ ചില അലിഗേഷൻ ചെയ്തു. പത്രോസ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴും രണ്ടുപേരും പോയി. അത്ര പവറായിരുന്നു, അത്ര അധികാരമായി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് റോമാലേഖനം പൗലോസ് എഴുതിയത് ഇങ്ങനെയാണ്: നാം മക്കളെങ്കിലോ അവകാശികളുമാണ്, ക്രിസ്തു യേശുവിന് കൂട്ടവകാശികളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം പുത്രന് ദൈവം എന്തെല്ലാം അവകാശങ്ങൾ കൊടുത്തോ, ഇൻഹെറിറ്റൻസ് കൊടുത്തോ, അതെല്ലാം നമുക്കും അവകാശമാണ്. യേശുവിന് കൊടുത്ത കൃപകള്, അത് രോഗശാന്തിപരമായിക്കൊള്ളട്ടെ, പ്രവചനമായിക്കൊള്ളട്ടെ, ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, ഏത് വരങ്ങൾ പിതാവിന്റെയും പുത്രന് കൊടുത്തോ അതെല്ലാം നമുക്കും കൂടെ അവകാശപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, വരാനിരിക്കുന്ന ലോകത്തിലും സ്വർഗത്തിലും നമുക്ക് അദൃശ്യമായിട്ടുള്ള, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒത്തിരി അവകാശങ്ങളുണ്ട്. അതാ പത്രോസ് പറയുന്നത്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, കറക്റ്റഡ് അല്ലാത്ത, മാലിന്യമില്ലാത്ത, വട്ടമില്ലാത്ത, നാശമില്ലാത്ത ഒരു ഇൻഹെറിറ്റൻസിനായിട്ട് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളെ ജനിപ്പിച്ചത്, ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് ഒരു നിത്യമായ അവകാശത്തിനാണ്. 70-80 വർഷത്തെ താൽക്കാലികമായ വാഴ്ചകൾക്കപ്പുറമായി ഇവരുടെ എല്ലാ ടെമ്പററി പ്രോമിസ്, ബ്ലെസ്സിങ്ങിന് അപ്പുറമായിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന അവകാശങ്ങളുണ്ട്. പിതാവ് പുത്രന് എന്ത് കൊടുത്തോ ആ അവകാശങ്ങളെല്ലാം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ തിരിച്ചറിയണം, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്, ഈ ദേശാന്തര ശക്തിയേക്കാൾ വലിയവനാണ്. നമ്മൾ ഭയപ്പെടരുത്, ഒരു സാത്താനെയും ഭയപ്പെടരുത്, ഒന്നും ഭയപ്പെടരുത്. നമ്മുടെ അകത്ത് യോഹന്നാൻ പറയാം, നിങ്ങളുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. കാലാസം പറഞ്ഞ സ്പിരിച്വൽ വാർഫെയർ നമുക്കുണ്ടാകാം, പക്ഷെ നമുക്കതെല്ലാം ജയമായി തരും. നമ്മളെ ജയിച്ച ഒരുത്തന്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ഏത് വാർഫെയറുകളെ അതിജീവിക്കുവാനുള്ള പ്രത്യേകമായ കരുത്തും ശക്തിയും നമ്മുടെ മേൽ, കാരണം നമ്മളവരുടെ മക്കളാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നു മുതൽ ആ പൊസിഷൻ നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിയാത്തവർ തിരിച്ചറിയാൻ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ പൈതലാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ശാസിച്ചാൽ രോഗത്തിന് വിടുതലുണ്ട്, ഭൂതങ്ങൾ പുറത്തു പോകും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. സഭ ഒരു പ്രത്യേകമായി ഒരു പാസ്റ്റർ തമ്മിൽ കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയല്ല അത്. സ്തോത്രം. പാസ്റ്റർമേൽ മാത്രം വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയല്ലത്. നിങ്ങൾ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ഭൂതങ്ങൾ പുറത്തു പോകുവാനിടയായി തീരും, അവിടുത്തെ രോഗികൾ സൗഖ്യമാകും, അവരെ നിങ്ങൾക്ക് ഈ സഭയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയും. അതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു. യോഹന്നാൻ പറയാം, നമ്മളെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു രണ്ടാമത് വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. ഹല്ലേലൂയ. നമ്മൾ യേശുവിനോട് രൂപപ്പെടും, അപുത്രത്വത്തോട് രൂപപ്പെടും, അവനോട് അനുരൂപപ്പെടും, അവന്റെ ആത്മാവ് പ്രാപിച്ചു. പിന്നെ യോഹന്നാൻ പറയുന്നു, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവ്. ആ സംക്ഷിപ്പ് നമുക്ക് ലഭിച്ചു. ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതുവരെയുള്ള ഭയങ്ങളെല്ലാം മാറിപ്പോകട്ടെ, നിന്റെ നിരാശകൾ മാറിപ്പോകട്ടെ. നാം ദൈവത്തിന്റെ മക്കളാണ്. നാം ഇതുവരെ ആരാണെന്ന് പ്രത്യക്ഷമായിട്ടില്ല. യേശു വരുമ്പോൾ അവന്റെ രൂപത്തോടെ, അവന്റെ ശരീരത്തോടെ നാം അനുരൂപപ്പെട്ട്, നാം കൺഫേം ചെയ്ത്, ട്രാൻസ്ഫോം ചെയ്ത്, അവൻ മരിച്ചുവെങ്കിൽ കല്ലറകളിൽ നിന്ന് പൊട്ടി ഉയർത്തെഴുന്നേൽപ്പിനെ അവനോട് അനുരൂപരായി തീരും. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഇവിടെ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ യേശു വരികയാണെങ്കിൽ നാം അവരുടെ രൂപപ്പെടും. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പൊസിഷനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ഒരു ദൈവത്തിന്റെ പൈതലാണ് ഞാൻ അവന്റെ അവകാശിയാണ്, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാണെന്നുള്ള ആ വലിയ റവലേഷൻ, വെളിപ്പാട് അകത്ത് പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.